എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. വിപ്ലവകരമായ വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 4:13 വാക്യം. കരുത്തുറ്റതും മികവുറ്റതുമായിട്ട് വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 4:13 വാക്യം. ഏത് പ്രതികൂലത്തിൻ്റെ ആഴങ്ങളിലൂടെ ഇറങ്ങിപ്പോയാലും ജീവിതത്തിൻ്റെ തലങ്ങളിൽ പിടിച്ചൊന്ന് കയറാൻ പിടിവള്ളിയായി കയറിക്കിടക്കുന്ന വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ ക്വാളിറ്റിയും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ് ഫിലിപ്പിയ ലേഖനം 4:13 വാക്യം. ആരാ പറയുന്നത്? 6-7 കപ്പലുകളുടെ ഉടമസ്ഥൻ, കോടികളുടെ ആസ്തിയുള്ളവൻ, 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ അരച്ച് കലക്കി കുടിച്ച് മുടിനാര് കീറി ഗമാലിയൻ്റെ പാദപടത്തിൽ ഇരുന്ന് ഈ പഞ്ചഗ്രന്ഥങ്ങൾ പഠിച്ചെടുത്ത കരുത്തനായ മനുഷ്യൻ, ന്യായപ്രമാണത്തിന് വേണ്ടി നെഞ്ചു വിരിച്ചു നിന്ന് പോരാടിയ മനുഷ്യൻ, ന്യായപ്രമാണികളോടുകൂടെ ഇരുന്ന് പൊരുതി ക്രിസ്ത്യാനികളെ ഒതുക്കുവാൻ വേണ്ടി പൊരുതിയ മനുഷ്യൻ, കൂർത്ത കല്ലുകളെടുത്ത് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ കല്ലുകൾ പിറക്കിക്കൊടുത്ത യൗവനക്കാരൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 12 ഗോത്രങ്ങളിൽ ചീറ്റപ്പുലിയായി നിൽക്കുന്ന, കടിച്ചു ചെന്നായിയുടെ രക്തം കൊണ്ട് കലർന്നു കിടക്കുന്ന, കടിച്ചു ചെന്നായി എന്ന് പറയുന്ന ഗോത്രത്തിനകത്ത് ജനിക്കപ്പെട്ടവനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ അശക്തനാണ്. ജീവിതമാകുന്ന സാഹചര്യങ്ങളുടെ നടുവിലൂടെ ജീവിതം കെട്ടി മുന്നോട്ട് പോകുമ്പോൾ ദൈവം തരുന്ന സമ്പൽ സമൃദ്ധിയുടെ മുന്നിൽ അഹങ്കാരങ്ങൾ കൊണ്ട് നെഞ്ചുകൾ വിരിയുമ്പോൾ പെട്ടെന്നവയെ കയറി വരുന്ന കോവിഡിൻ്റെ മുന്നിൽ ആടിച്ച് ജീവിതം തകർന്നുടയുന്ന ഈ മനുഷ്യ ജന്മങ്ങളുടെ നടുവിൽ പൗലോസ്യനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എൻ്റെ ഡിഗ്രികളിലോ എൻ്റെ പണത്തിലോ എൻ്റെ ജ്ഞാനമൊന്നുമല്ല എന്നെ ശക്തീകരിക്കുന്നത്. എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്.